ഫുഡ് നന്നായിരുന്നു മോനെ. എന്താ പറയാ, വൈഡ് വെറൈറ്റീസ് ഓഫ് ഫുഡ് അല്ലേ. ടീച്ചർ പാടുന്നു. വളരെ നല്ലൊരു ഇതാണിത്. വൈബാണ്, പൊളിയാണ്. ഏത് മൂടി? പൊളി മൂടി. അപ്പൊ ഗൈസ് നമ്മളിതപ്പോ മുടിയൊക്കെ കെട്ടി 1 മിനിറ്റ് ഇൻട്രോ പറയാൻ മറന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AK വ്ളോഗ്. അപ്പോൾ ഗൈസ് കിടക്കാച്ചി അൽപ്പൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കിടക്കാച്ചി അൽപ്പൊളി ട്രിപ്പ് പോകാൻ പോകുന്നത്. എവിടെയെന്ന് വെച്ചാൽ സ്കൂൾ ടൂർ, പ്ലസ് 2 ലൈഫിലെ ടൂർ പോകാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2:30 നമുക്ക് സ്ഥലം ഓട്ടണം, സ്പോട്ട് മീൻസ് സ്കൂളിൻ്റെ ഫ്രണ്ട് എത്തണം. അപ്പോൾ ഇപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ 2 മണി, 2:00 2 മണിയായിട്ട്. അപ്പോൾ ഫൈനലി നമ്മൾ സ്കൂൾ സ്പോട്ട് എത്തിക്കഴിഞ്ഞു. സ്പോട്ട് എത്തിയപ്പോൾ ഇപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ അമ്മ വിളിക്കുന്നു. എത്തിയിട്ട് 10 മിനിറ്റ് ആയില്ല. അപ്പോഴേക്കും അമ്മ വിളിച്ചു. ഹലോ പൊന്നു, ഏത് പൊന്നു? ആരാ? ഞാൻ അച്ഛനും. എത്തി കയറി ഞാൻ പ്രിയ ടീച്ചറെ കാണാം. 6 മണിയാകുമ്പോഴേക്കും വീട്ടിൽ കയറാൻ പറയുന്നു. അപ്പോൾ ഞാൻ പ്രീതി ടീച്ചറെ കണ്ടുവരൊക്കെ, ടീച്ചറെ കണ്ടുവരാം. ഓക്കെ ഗൈസ്, അപ്പോൾ പിള്ളേരെ ഒരു ആഗ്രഹം പറഞ്ഞു ഇൻട്രോ പറയണമെന്ന്. അപ്പോൾ റെഡി, 3, 2, 1 സ്റ്റാർട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AK വ്ളോഗ്. അപ്പോൾ ഗൈസ് കിടക്കാച്ചി അൽപ്പൊളി വീഡിയോയിൽ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്. ട്രിപ്പ് മൂഡ് ഓൺ. ഏത് മൂഡ്? അടിച്ചു കയറും, സിമ്പിൾ. നമ്മൾ നനച്ച വണ്ടി കയറിയിട്ടല്ല, കിടച്ച വണ്ടി കയറി നനച്ചിടത്തേക്ക് പോകാൻ മുടിയാതെ, പക്ഷെ നനച്ച വണ്ടി കയറി കിടച്ചിടത്തേക്ക് പോകാൻ മുടിയും. അപ്പോ നമ്മള് എങ്ങനെ പോണേ? നമ്മള് മണിതറുള്ളത് മണിതക്കാതല്ലേ? അതെയും സോറി, സ്ഥലം മാറിപ്പോയി. അപ്പൊ ഇത് ബാംഗ്ലൂർ പാട്ട് പറ. 3, 2, 1 സ്റ്റാർട്ട്. ഇരവിന്റെ തോഴി വേണ്ട, അത് സാധനം മാറി, കയ്യിൽ നിന്ന് പോയി. ഇതാണ് ലൈറ്റ് കത്തുന്ന ബസ്, ലൈറ്റ് കത്തുന്ന ബസ്. അപ്പൊ ഫൈനൽ ബസ് ഇതാണ് കഴിച്ച്. ബസ് നൈസ് ബസ്. ബസ്സിന് ഈ ബസ്സിന് ഒരു പ്രത്യേകത ഉണ്ട്, 4 ടയറുള്ള ബസ്സാണ്. അഭിനന്ദേ വ്ളോഗിൽ എന്തെങ്കിലും പറ. ടൂർ ഏത് മൂഡ്? ടൂറ് പൊളി മൂഡ്. പൊളി മൂഡ്, അത്രേ ഉള്ളൂ. 3, 2, 1 സ്റ്റാർട്ട്. ഇതിവിടെ ഇവിടെ പൂക്കുറ്റി കത്തിക്കുന്നു. അപ്പൊ ഫൈനലി ഇവിടെ ഡിക്കിയിൽ സാധനങ്ങൾ കയറ്റുന്ന പരിപാടിയാണ്. ഇവിടെ ഡിക്കിയിൽ സാധനങ്ങൾ കയറ്റുന്നു, ആൾക്കാരുടെ ബാഗെല്ലാം കയറ്റുന്നു. എസ്ഡിന്റെ ബാഗ്, എന്റെ ബാഗ് ഞാൻ ഡിക്കി കയറ്റുന്നു, കയ്യിൽ വെക്കാൻ പോകും. അവിടെ പടക്കം പൊട്ടിക്ക്, പൂത്തിരി കത്തിക്ക്, എന്തൊക്കെ ചെയ്യുന്നു. ഏത് മൂടി പൊളി മൂടി, അത്രേ ഉള്ളൂ. ആരൊക്കെ എന്തൊക്കെ ഉണ്ട്. ബസ് മൂന്നരാണോ? ബസ്സിൽ ലൈറ്റൊക്കെ ഉണ്ടോ? എന്താ ലൈറ്റില്ല ബസ്സിൽ? മാറോ എടാ, എന്നെ ബാഗ് കൂടി വെക്കണം. AC അല്ലേ? സ്കൂൾ ലീഡർ, ചെയർമാൻ. ടൂറിന് മെയിനാണോ? ഇതാ ക്യാമറക്ക് പോസ്റ്റ് ഇടാൻ വേണ്ടി ഇരിക്കണ കേയ. ടീച്ചർ എന്തായാലും 2 വാക്ക് ടൂറിനെ പറ്റി. വ്ളോഗാണ്, യൂട്യൂബാണ്. വളരെ നല്ലൊരു ഇതാണിത്. വൈബാണ്, പൊളിയാണ്. ഏത് മൂടി? പൊളി മൂടി. ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ട മെസ്സേജ് ഉണ്ട്. ഐഫോൺ
ക്യാമറ കണ്ടാ നാണം വരും guys. എല്ലാം പറഞ്ഞുതരാം. ഫോൺ ചിരിക്കണോ ചിരിക്കണോ പല്ലാട് പരസ്യം ക്ലോസപ്പ് ബാത്റൂമിൽ ഇരിക്കണോ ചിരിക്കണോ ഡ്രൈവർ വെള്ളം കയറ്റണോ ഇതാണ് കീർത്തന പല്ല് കാണിക്കണോ ശ്രേയ സ്ക്വയറില് ശ്രേയ പേരറിയില്ല കേട്ടോ നിങ്ങളെ ഇതാണ് ഞങ്ങളുടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ. അടിപൊളിയാണ്, സൂപ്പറാണ്, വൈബാണ്. ഇവരാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഗേൾസ് വരുന്നത്. രണ്ടുപേര് രണ്ട് മപ്പുകളാണ്. 3 പേര് വിനയമാര്. ഇതാണ് ഞങ്ങളുടെ സാറ്. വൈബാണ്, സൂപ്പറാണ്. ഇത് എല്ലാവരും എടുക്കണു. സാറ് വന്നിട്ടുണ്ടായിരുന്നു ഉച്ചക്ക്. ഞങ്ങളുടെ ഇപ്പൊ സാറ് ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സാർ എന്റെ പോയിരുന്നു ഉറങ്ങിയത്. ബാഗിൽ ഫുള്ള് ബോയ്സ് ആണ്. ഞാൻ സെൽഫി ആക്കട്ടെ, അവിടെ സെൽഫി ആക്കണേ. ഇതാണ് ബോയ്സ്. ഞാൻ ക്ലാസ് ഇട്ടേ കേട്ടോ. ക്ലാസ് ഇട്ടിട്ട് പരിപാടി തുടങ്ങും. ഇതാണ് ബോയ്സ്. ബോയ്സ് ആണ്, പക്ഷെ ഗേൾസിന് സ്വഭാവമാണ്. ഇതടുത്ത ബോയ്സ്. This is girls. No spelling mistake. Girls. ഇതാപ്പന്റെ അപ്പുറത്തുള്ളവനെ കാണാനില്ല. Boys. ഇവനാണ് യൂട്യൂബർ. Grammar mistake. ഓക്കെ നിങ്ങളുടെ സ്പേസ് ആട്രാ. സ്കൂൾ ലീഡർ ഒന്നും പറയാനില്ല, ഒക്കെ ഓക്കെയാണ്. ബാക്കിയെല്ലാം നാം പിന്നെ പറയാം. മൈസൂരിക്കാണ് പോണ്. ഫസ്റ്റ് ട്രിപ്പ് മൈസൂരാണ്. ഒന്നും വേണ്ട, അപ്പൊ പാട്ട് വെക്കും. ദയവേത് യൂട്യൂബിലെ അണ്ണന്മാരൊന്നും കോപ്പിറൈറ്റ് അടിച്ചു തരരുത്. അതാ മൈക്കിലാർക്ക് എന്തൊക്കെ പറയുന്നു. കോപ്പിറൈറ്റ് തരില്ലട്ടോ സുക്കുറണ്ണ. അപ്പൊ ഇതിലുള്ളത് റെഡിയാണ്, ഓക്കെയാണ്, സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്പേഴ്സ് എന്ന് പറഞ്ഞേ, നമ്പർ വൈസ് എന്ന് പറഞ്ഞേ. നമ്പർ 1 എവിടെ കണ്ണ്. നമ്പർ 1 2 3 പറയൂ. 30 40 50 60 70 80 90 20 21 22 23 24 25 26 27 കണ്ണൂരിലുള്ളൊരു എന്തായാലും ബോയ്സ് എല്ലാവരും ഉണ്ട്. അത്രേ ഉള്ളൂ. പൊളിമൂട് ബോയ്സ് ഒന്നും പറയല്ല. ഏത് മൂടിൽ ഒരു മിത്ര ഒരു അടിച്ചു പൊളിക്കണോ, അടിച്ച് കേറൂടെ. ആദ്യത്തെയും ആര് ലൈറ്റൊക്കെ വേറൊരു ഷോ ആണ് കഴിച്ചു. വേറെ വണ്ടി
ഇതല്ല ഇത് ഈ വീട് അപ്പൊ നമ്മളിപ്പോ അവിടെ നിൽക്കുന്നത് കോഴിക്കോട് ജില്ല പാലക്കാട് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ ഇങ്ങനെ പോകുന്ന ചെയർമാനാണ്. പക്ഷെ ചെയർ കൊണ്ടുവരാൻ മറന്നു അല്ലേ? എടുക്കാൻ പറഞ്ഞാണ്, പക്ഷെ ഞാൻ സത്യം. അപ്പൊ നമ്മളതിന് ടീച്ചർമാരും പിള്ളേരും എല്ലാവരും കൂടി പോകണമെങ്കിൽ കുറച്ച് വൈബാക്കണം. അതെ, കളറാക്കണം. കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്നതാണ്. പിന്നീടല്ല അപ്പൊ നമ്മൾ കോഴിക്കോട്ടേക്ക് ഏകദേശം വയനാട് എത്താനായി. ഉറക്കം കഴിഞ്ഞിട്ടില്ല, ഉറക്കം വരില്ല, പക്ഷെ ഉറങ്ങണില്ല. ഇന്നലെ രാത്രി ഫുള്ള് ഉറങ്ങിയിട്ടില്ല. പിന്നെന്താണ്, ഇന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ ആനന്ദത്തിലെ ഡ്രൈവറായി ജോസഫോട്ടം പറയുന്ന സാധനം എനിക്ക് ഫസ്റ്റ് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി. അപ്പോൾ ഞാൻ ആ സാധനം ഇപ്പോൾ പറയാൻ പോകും. എൻ്റെ മനസ്സ് പറയണം, ഈ ഒരു ട്രിപ്പ് 1 ട്രിപ്പായിരിക്കും അല്ലേ. അപ്പോൾ ബസ്സിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ അത് വലിയ പ്രശ്നമാണ്. അതുകാരണം ബസ്സിൽ വീഡിയോസ് നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് മാത്രം ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ വയനാട് ചുരം കയറിയിട്ട് ചായ കുടിക്കാൻ പോലെ അപ്പൊ ചായ കുടിക്കാൻ വന്നിരിക്കണോ? ചെയർമാൻ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല. ചെയർമാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതാണ് എനിക്കറിയാം. ആണോ? ബാഗ് എടുത്തിട്ടാണ് പോണത്. ബാഗ് എടുത്തിട്ടോ? അപ്പൊ എല്ലാരും ബാഗ് എടുത്തിട്ട് നമ്മളിനി ഇവിടുന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യണം. അപ്പൊ നമ്മള് ഡ്രസ് ചേഞ്ച് ചെയ്യണം. അത്രേ ഉള്ളൂ അല്ലേ? എല്ലാവരും ക്ലാസ്സിൽ കണ്ണാപ്പിയാണെങ്കിൽ ഇപ്പോഴും കണ്ണാപ്പി തന്നെ, ഒരു വ്യത്യാസമില്ല. വാഷ്റൂം പോണേ അവിടെ പോയി. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പുറത്ത് നമ്മുടെ ബസ് ഈ അവിടെ നമ്മുടെ ക്രേസി ചളിയും ക്രേസി ചായ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിന്ന് ഇങ്ങനെ ഒരു പീസ് എടുക്കും. ഒരു പീസ് എടുത്തിട്ട് ഇതെന്താ സാധനം, കുറുമക്കറിയോ ചട്നിയോ അങ്ങനെ എന്തോ സാധനമുണ്ട്, അതിൻ്റെ കൂടെ ആക്കിയിട്ട് ഇങ്ങനെ വായിക്കും. കൂടെ സിദ്ധു ഫുഡൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യല്ലേ. പക്ഷേ ഈ ഫുഡൊക്കെ ഉണ്ട്. ഈ 2 വാഴകളെ നമ്മൾ തൃശ്ശൂർ വ്ളോഗിൽ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഇതാണ് പുതിയ ആള്, ആവശ്യമില്ല. തെരുവത്തപ്പള്ളി വല്ലഞ്ചാതിരി തെരുവത്തപ്പള്ളി പോയി പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക്. ഞങ്ങളുടെ പറഞ്ഞ ഏറ്റവും വിശ്വാസവും ആചാരവും കൊണ്ടുവരുന്ന പള്ളിയാണ് പള്ളി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ദർശന സമയത്ത് വരാറുണ്ട്. അതൊക്കെ തന്നെ അവിടുത്തെ മെയിൻ ഫുഡ് കഴിക്കാൻ ആവശ്യമുണ്ടാവും എപ്പോഴും എവിടെയും. അപ്പോൾ അപ്പുറത്ത് പോയി. അപ്പോൾ
ടീച്ചർ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് നല്ലതായിരുന്നു. സൂപ്പർ അല്ലേ? സൂപ്പറിനെ. അപ്പോൾ നല്ലൊരു അഭിപ്രായം, നല്ല അഭിപ്രായമാണ്. ഇനി അപ്പോൾ നമുക്ക് വേറെ ബസ് കയറിയിട്ട് വേറെ ബസ് എടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തത് പറയുമ്പോൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഫുഡ് എങ്ങനെയുണ്ട് ചോദിക്കുന്ന ഒരു ചടങ്ങ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് പോകാം ഗൈസ്. ടീച്ചർ കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ നഷ്ടമായിരുന്നു. ടീച്ചർ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് നന്നായിരുന്നു മോനെ. നല്ല എന്താ പറയാ വൈഡ് വെറൈറ്റീസ് ഓഫ് ഫുഡ് അല്ലേ. അപ്പോൾ കസലായിട്ടുണ്ട്. സാമ്പാറിൽ പക്ഷെ കുറച്ച് ഉപ്പ്. സാമ്പാർ നമ്മുടെ പാലക്കാടൻ സാമ്പാറിന്റെ ടേസ്റ്റ് അല്ല. ഇറ്റ്സ് ഓക്കെ. ടീച്ചർ ടീച്ചർ ഫുഡ് കുഴപ്പമില്ലടാ, എല്ലാം ദഹിച്ചു. കഥ വേറെ ഉണ്ട്, പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന തിരക്കാണ് കണ്ടോ. അവിടെ ഇങ്ങനെ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള സംഭവങ്ങൾ, മഞ്ഞ്, മൂന്ന് കൊടിയൊക്കെ ഉണ്ട്, ബസ്സൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് പാട്ടുകൾ പാടാം. അപ്പോൾ നമ്മളിപ്പോ മുത്തങ്ങ ഫോറസ്റ്റ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ വല്ല പാട്ടും സാർ നന്നായിട്ട് പാടൂല്ലേ? നിങ്ങളിപ്പോ അറിഞ്ഞത് സാർ ഒരു 2 ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി സാർ ഒരു 2 ടീച്ചർ സാറ് പാടില്ല, അപ്പൊ നമുക്ക് പ്രീതി ടീച്ചറിനെ കൊണ്ട് തന്നെ പാടിക്കാം. ചേട്ടൻ 2 എന്തെങ്കിലൊക്കെ ചുമ്മാ കൂടെ എവിടെയെങ്കിലും മതി. എടാ അപ്പോ വെറുതെ ബാക്കിന്ന് വന്നു ആരും പാട്ട് പാടും. ശരി, ഫസ്റ്റ് പ്രീതി ടീച്ചർ പാട്ട്. പ്രീതി ടീച്ചറെ പാടണമെന്നാണ് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈവക്കുക. ടീച്ചർ ടീച്ചർക്ക് ഇഷ്ടമുള്ള പാടിയാൽ മതി. അതുകൊണ്ട് ഞാൻ പാടാം. ടീച്ചറിന്റെ ഒറ്റയ്ക്കായിട്ടുള്ള ഒരു സോങ് നിങ്ങൾക്ക് കേൾക്കണം. വീഡിയോ എടുക്കാൻ ഞാൻ പാടിയ പിന്നെ ഇവരൊക്കെ ഓടുവോ? എങ്ങനെയൊക്കെ ഞാനൊക്കെ എത്ര സാധനം കണ്ടു ഡെയിലി. ടീച്ചർ കരോക്കെ വേണോ? 4 കൊല്ലം സംഗീതം പഠിച്ചു, 5 കൊല്ലം. എന്ത് അവന് ഷൈന് കുറച്ച് അസുഖം ഉള്ളതാണ്. അതാണ് അവന് ഷൈ അടിച്ചത്. അതുകൊണ്ടാണ് അശ്വിന്റെ ഏട്ടനായതുകൊണ്ടാണ് ഇങ്ങനെ. അടുത്തത് നമ്മുടെ അക്ഷയുടെ മകൻ, ആ മോണാക്ട് അക്ഷയ്. യെസ് പറ. എടാ അക്ഷയ് ക്ലാസ്സിലിരുന്ന് എന്താ ബോളിവുഡ് സോങ് എന്നറിയോ? എന്റെ ചെവി നമുക്ക് അവൻ പാടിത്തരും. ഫിസിക്സ് പീരീഡും പാടും, കെമിസ്ട്രി പീരീഡും പാടും, ഇംഗ്ലീഷ് പീരീഡും പാടും. 3 പീരീഡ് അവൻ എനിക്ക് പാടി കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. ഹിന്ദി പീരീഡ് അവൻ പാടിയില്ല. പാടിയല്ലോ. ഹിന്ദി പീരീഡ് അവന് വായ തുറക്കില്ല. ഹിന്ദി പീരീഡാണ് അവന് മെയിൻ ഊക്ക് കിട്ടുള്ളൂ. എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പൊ വട്ടത്തിലിട്ടിട്ട് ഓ ഇത് മൈക്കിനാണല്ലേ. സോറി ടെക്സി, നമ്മള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അത് അറിഞ്ഞിട്ടില്ല. സത്യങ്ങൾ അപ്പോൾ
നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മുത്തങ്ങ വഴി. പക്ഷെ ഇതുവരെ ഒരു ആന പോലും കണ്ടില്ല. ടീച്ചർ പാടുന്നു. ആനന്ദം താളത്തിലാടി മന്ദാരക്കുമ്പത്തോഞ്ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈകിളികൾ ഒന്നാനം കുഞ്ഞിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിനി ടീച്ചർ അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞ കുട്ടി. ബട്ടർഫ്ലൈസ് വരും. ബട്ടർഫ്ലൈസ് അങ്ങനെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് തിരിച്ചറിയാൻ പറ്റില്ല. അത് ഫ്രണ്ടിൽ പോയി പാടും. എന്റെ ചോദ്യം അത് വന്നിട്ടുണ്ടോന്നുള്ളതാണ്. നീ നിൽക്കണ്ടോ? നൈസ് കൊടുക്കണ്ടല്ലേ? എനിക്ക് പിന്നെ അതിനോടൊന്നും താല്പര്യം സാർ. നമ്മള് മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ തേരിറങ്ങും മുടിലേ മഴ തൂവലൊന്നു തരുമോ ഉറങ്ങാത്ത മോഹം തേടും ഉഷസ്സിന്റെ കണ്ണീർ തീരം കരയുന്ന പൈതൽ പോലെ കരളിന്റെ തീരാദാഹം കനൽ തുമ്പി പാടും പാട്ടിൽ കടം തീരുമോ തേരിറങ്ങും മുകിലേ മഴ തൂവലൊന്നു തരുമോ നോവലിന്ന മിഴിയിൽ ഒരു സ്നേഹനിദ്രയെഴുതാ നിലയ്ക്കാതെ വീശും കാറ്റിൽ നിറയ്ക്കുന്ന താരീരാഗം കരയുന്ന പൈതൽ പോലെ കരളിന്റെ തീരാദാഹം ഇരുളിന്റെ മെയ് മൂടുവാൻ നിലാവേ വരൂ തേരിറങ്ങും മുകിലേ മഴ തൂവലൊന്നു തരുമോ നോവലിന്ന മിഴിയിൽ ഒരു സ്നേഹനിദ്രയെഴുതാ ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ തേരിറങ്ങും മുകിലേ ഹംനെ ജാനി तेरे सुर का सास बन के उठ क्या है काबदारी हमने जानी जो दिल को बरही है वो तेरी शायरी है या कोई शायराना फितूर बन के तितली दिल उड़ा 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 है कहीं दूर चल के खुशबू से जुड़ा 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 है कहीं दूर आज से है जैसे सुने से जैसे चूमे अंधेरों को कोई नूर बन के तितली दिल उड़ा 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 ഇവിടെ വലിയ ആനയ്ക്ക് കൊമ്പില്ല. പക്ഷേ കാട്ടാടിന്റെ കാലിൽ ചങ്ങല കാട്ടാനില്ല
ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് പൊട്ടി തൊടുന്നൊരു മേഘം തീരത്ത് ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ പൊട്ടി തൊടുന്ന നാണം തീരത്ത് ചുടു നിശ്വാസത്തിൻ ശാഖത്ത് നില എന്നെ അറിഞ്ഞീ അരികത്ത് ചാന്തി കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് കോളെല്ലാമായും നേരം പങ്കായം മെല്ലെ വീശി നീ നിന്റെ തോണിയിലേറി ആരാമോ നല്ലൊരു നാളായോ പൂതാലിയുമായി മന്നന്റെ കൊന്നരയൻ നീ മയങ്ങ നിൽക്കണ സമയത്ത് പൊന്മുത്തേ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് ഞാൻ മ്യൂസിക് കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചപറ ഈ ഫാനൊക്കെ ഇറങ്ങുമോ? നിനക്കും കിട്ടാൻ മാത്രം ഇല്ലാത്ത ബസ് നീ എവിടുന്നാണ് വരുന്നത്? നീ വീട്ടിൽ നിന്നല്ലേ? നിനക്ക് എന്താടാ നിനക്ക് ഈ സ്ഥിരം ബസ് കിട്ടില്ല നിനക്ക്? അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്യൂട്ട് ആംപിയർ ലോ. അപ്പൊ ഇത് എന്താടാ ഇത്? ചന്തപ്പറയോ? നീ എന്താടാ? നീ എന്താ നിന്റെ ഇത് എന്താ മുടിയാണോ? ഇത് മുടിയാണോ? ടീച്ചർമാരുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. സാറ് ഇത് റാണിമാരി ഇതാക്കി മിററിൽ നമ്മളൊക്കെ തോന്നുന്നു. നിക്കറോ നീല നീല പോകണം നമ്മൾ ഷൂട്ട് ചെയ്ത്